ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ് ഡിലേ, ഓട്ടിസം, മറ്റ് സ്വഭാവ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ തെറാപ്പികളെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ടെങ്കിലും ഇന്നത്തെ സെഷൻ നമ്മൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഡിലേ സംഭവിക്കുന്നു, ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് മെഡിക്കൽ ജനറ്റിസ്റ്റും അതുപോലെ മെറ്റബോളിക് മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ഷെബീറാണ്. പലപ്പോഴും ജനിതകമായ പ്രശ്നങ്ങൾ കൊണ്ടും മെറ്റബോളിക് പ്രശ്നങ്ങൾ കൊണ്ടും പല ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് ഡോക്ടർ ഷെബീറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ ഷാഫി, ഇറ്റ്സ് പ്ലഷർ ടു ബി ഹിയർ. ഡോക്ടർ ഷെബീർ ഗംഗാറാമിൽ നിന്നും DRNB കഴിഞ്ഞ് ഇവിടെ നമ്മുടെ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും അതുപോലെ തന്നെ മൈത്ര ഹോസ്പിറ്റലിലെയും കൺസൾട്ടൻ്റാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ഒരു മെഡിക്കൽ ജനറ്റിസ്റ്റ്? എന്തൊക്കെയാണ് ഒരു മെഡിക്കൽ ജനറ്റിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? മെഡിക്കൽ ജനറ്റിക്സ് എന്ന സ്പെഷ്യാലിറ്റി ഇപ്പം കോമൺലി എല്ലാവർക്കും ഒരു ന്യൂ സ്പെഷ്യാലിറ്റി ആയിരിക്കും. മെഡിക്കൽ ജനറ്റിക്സ് മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് സ്റ്റഡി അബൌട്ട് ദ ഡിസീസസ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ DNA. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും 46 ക്രോമസോംസ് ഉണ്ട്. അതിലൊരു കോപ്പി ഫാദറിൽ നിന്ന് വരുന്നു, ഒരു കോപ്പി മദറിൽ നിന്ന് വരുന്നു. ഒരു മെയിൽ ആണെങ്കിൽ അതൊരു XY ആയിരിക്കും, ഒരു ഫീമെയിൽ ആണെങ്കിൽ XX ആയിരിക്കും. ഇതിലെ ക്രോമസോമുകളിലോ അല്ലെങ്കിൽ ഈ ക്രോമസോമുകളുടെ മുകളിൽ നമുക്ക് ഓൾമോസ്റ്റ് 20,000 ജീൻസ് ഉണ്ട്. ഈ ജീൻസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാലോ നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതിനെക്കുറിച്ചാണ് ഒരു ജനറ്റിസ്റ്റ് പഠിക്കുന്നത്. ഈ ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളൊരു DM or DRNB ഇൻ മെഡിക്കൽ ജനറ്റിക്സ് ഇന്ത്യയിലെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് അതുള്ളത്. ഇത് കഴിഞ്ഞ ആളുകളാണ് യൂഷ്വലി നമ്മൾ മെഡിക്കൽ ജനറ്റിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ജനറ്റിസ്റ്റ് എന്ന് പറയാറുള്ളത്. യൂഷ്വലി MBBS കഴിഞ്ഞ് ഒരു MD ഡിഗ്രി സാധാരണ നിലയിൽ പീഡിയാട്രിക്സോ അല്ലെങ്കിൽ OBGY അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യലൈസേഷൻ MD or DM or DRNB ഇൻ മെഡിക്കൽ ജനറ്റിക്സ് കഴിഞ്ഞ ആളുകളാണ് സാധാരണ നിലയിൽ മെഡിക്കൽ ജനറ്റിക്സ് എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അവരാണ് ഇത്തരം രോഗങ്ങളെ ചികിത്സിക്കുന്നതും കണ്ടുപിടിക്കുന്നതും ചികിത്സിക്കുന്നതും. രണ്ട് രീതിയിലാണ് നമ്മൾ മെഡിക്കൽ ജനറ്റിക്സിൽ കാണുക. ഒന്ന് ഡയഗ്നോസിങ് എ ഡിസീസ്, മറ്റത് മാനേജിങ് എ ഡിസീസ്. ഏതൊക്കെ രീതിയിലുള്ള രോഗങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജനിതക രോഗങ്ങളായിട്ട് കൂടുതൽ നമ്മളൊരു കോമൺ സൊസൈറ്റിയിലുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ കാണുന്ന അസുഖങ്ങൾ എന്നാണ്. ഒരു ഫാമിലിയിൽ കുറേ പേർക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അത് ജനറ്റിക് ഡിസോർഡർ ആവാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിലും കുട്ടി ഗർഭസ്ഥ അവസ്ഥയിൽ നിന്ന് ഒരാളുടെ അഡൾട്ട്ഹുഡ് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ജനറ്റിക് രോഗങ്ങൾ വരാം. ജനിച്ച ഉടനെ കുട്ടികൾ ശ്വസിക്കാത്തതാവാം, അവർക്ക് അപസ്മാരം പോലെയുള്ള അസുഖങ്ങൾ വരുന്നതാകാം. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഡിലേ, ഓട്ടിസം അല്ലെങ്കിൽ വീണ്ടും അപസ്മാരം പോലെയുള്ള അസുഖങ്ങൾ അങ്ങനത്തെ രീതിയിലാവാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നേരത്തെ അറ്റൈൻ നടക്കാൻ തുടങ്ങിയ ആളുകൾ നടക്കാൻ ബുദ്ധിമുട്ട് വന്നു തുടങ്ങുക, അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിലാണെന്നുണ്ടെങ്കിൽ ക്യാൻസേഴ്സ്, മാലിഗ്നൻസി ആ ഏരിയയിൽ വരുന്നതാണ്. അതേപോലെ അറ്റാക്സിയ, നടക്കുമ്പോൾ ഇൻസ്റ്റെബിലിറ്റി വരിക. ചില പാർക്കിൻസോണിസം വരെയുള്ള അസുഖങ്ങൾക്കും ഇപ്പോൾ ജനറ്റിക് അസോസിയേഷൻ ഉണ്ട്. 30% പാർക്കിൻസോണിസം ഡിസീസസ് വരെ ഇപ്പോൾ ജനറ്റിക് ഡിസീസസിൽ വരുന്നതാണ്. ഈ എല്ലാ ഏരിയയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് മെഡിക്കൽ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. സോ ആസ് എ ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷാഫി ഏത് രീതിയിലുള്ള കേസുകളാണ് ഒരു മെഡിക്കൽ ജനറ്റിക്സിന് വിടണമെന്ന് ആലോചിക്കാറുള്ളത്? പലപ്പോഴും ഞാൻ കാണുന്നത് 0 to 14 ഇയറിലെ കുട്ടികളാണ്. മോസ്റ്റ്ലി നമ്മൾ ഡെവലപ്മെൻറ്റ് ഡിലേ ആയിട്ട് വരുന്നത്, അതായത് ഒന്നിൽ കൂടുതൽ ഡൊമൈനിൽ ഡിലേ വരിക, അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത മൈൽ സ്റ്റോൺസ് റിഗ്രസ് ആവുക, അതുപോലെ കുട്ടികളിൽ മറ്റുള്ള കോമോബിഡ് ആയിട്ടുള്ള കണ്ടീഷൻ, ഡെവലപ്മെൻറ്റ് ഡിലേൻ്റെ കൂടെ ഫിറ്റ്സ്, സീഷേഴ്സ് വരിക, മറ്റ് ഡിസ്മോഫിസം, അതായത് ശരീരത്തിൽ കാഴ്ചയിലോ വ്യത്യസ്തമായ അവസ്ഥ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള കുട്ടികളാണ് ഡിസ്മോഫിസുള്ള കുട്ടികളെ, സീഷേഴ്സ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, വന്ന മൈൽസ്റ്റോൺ റിഗ്രസ് ചെയ്യുന്ന അവസ്ഥയുള്ള കുട്ടികൾ, പിന്നെ കോംപ്ലെക്സ് ആയിട്ട് പല ഓർഗൻസും എഫക്റ്റ് ചെയ്ത അവസ്ഥയുള്ള കുട്ടികൾ. ഈ ഇത്തരത്തിലുള്ള കുട്ടികളാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു മെഡിക്കൽ ജനറ്റിസ്റ്റ് റെഫർ ചെയ്യേണ്ടാവുക. അപ്പോൾ ഇതിന് അഡീഷണലായിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ കുട്ടികളാണ് വരാറ്? ഇപ്പം നമ്മൾ ഡെവലപ്മെൻറ്റ് ഡിലേ അത് നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ തെറാപ്പി എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അവർ അനലൈസ് ചെയ്ത് തെറാപ്പി തുടങ്ങിയിട്ടുണ്ടാവും. തെറാപ്പി തുടങ്ങിക്കഴിഞ്ഞ് അവർ റെസ്പോൺസ് കാണിക്കുന്നില്ല തെറാപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറാപ്പി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും ഒരാൾ ഈ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരണം. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നില്ല, നോട്ട് റെസ്പോണ്ടിങ് ടു ദ തെറാപ്പി. അതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേഷനാണ്. ബാക്കി ഇപ്പോൾ ഷാഫി പറഞ്ഞതുപോലെ ഒട്ടുമിക്ക ഇൻഡിക്കേഷൻസും നമ്മൾ മെഡിക്കൽ ജനറ്റിക്സ് ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. തീർച്ചയായും അത് നമ്മളിപ്പം ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഇനീഷ്യലി തെറാപ്പി തുടങ്ങി. ഇപ്പം ടിപ്പിക്കൽ ഒരു ഓട്ടിസത്തിൻ്റെ അതേ പ്രസൻറ്റേഷനിലായിരിക്കും ചിലപ്പം വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ തെറാപ്പികളും മറ്റ് ഇൻ്റർവെൻഷൻസും കൊടുത്തു, കുറച്ച് അങ്ങോട്ട് പോയി, ഒരു 3-4 months
മന്ത്സ് കഴിഞ്ഞിട്ട് ഒരു രീതിയിൽ ചേഞ്ചസ് വരുന്നില്ല, അല്ലെങ്കിൽ ഫർദർ റിഗ്രസ് ചെയ്തു. ഇങ്ങനത്തെ ഒത്തിരി കുട്ടികൾ നമ്മൾ മെഡിക്കൽ ജനറ്റിസ്റ്റിന് റെഫർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടു ഏർലി നമ്മളൊരു അസുഖം കാണുന്നതിൻ്റെ ഭയങ്കര നേരത്തെ ആയത് വന്നു തുടങ്ങി, അല്ലെങ്കിൽ ടു മെനി എന്ന് പറയും. എന്ന് വെച്ചാൽ കുറേ സിംറ്റംസ് ഒരുമിച്ച് വരിക, കോംപ്ലക്സ് ഡിസോർഡേഴ്സ്. ഇപ്പം ഓട്ടിസം ഉണ്ട്, ആ കുട്ടിക്ക് തന്നെ അതിൻ്റെ കൂടെ തന്നെ എപ്പിലെപ്സി വരുന്നു, ആ കുട്ടിക്ക് തന്നെ ഐഡിയുടെ ഫീച്ചേഴ്സ് ഉണ്ട്, ആ കുട്ടിക്ക് തന്നെ വേറെ ഹിയറിംഗ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പം ടു മെനി സിംറ്റംസ് ആയിട്ട് വരിക. പിന്നെ അറ്റിപ്പിക്കൽ പ്രസൻറ്റേഷൻ, സാധാരണ ഒരു അസുഖം കാണുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിൽ കാണുക, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു കുറേ പേര് അഫക്റ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക. ഇത്തരം രോഗങ്ങൾ നമ്മൾ ജനറ്റിക് രോഗങ്ങളാവാൻ, അതിനൊരു ജനറ്റിക് ബേസിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായും ഡെവലപ്മെൻറ്റൽ ഡിസോർഡറായിട്ടൊരു കുട്ടി വരുന്ന സമയത്ത് ടിപ്പിക്കൽ അല്ലാതെ, അപ്പം നമ്മൾ ഓട്ടിസത്തിലൊക്കെ നമുക്കറിയാം ഒരു സോഷ്യൽ ഡൊമൈനിലും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡൊമൈനിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അതായത് അവർക്ക് ബുദ്ധിപരമായിട്ട് പ്രശ്നങ്ങൾ, കോഗ്നിറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, അതേപോലെ ടു ഏർലി ആയിട്ട് ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കുക, അതും അല്ലാതെ 3 ഇയേഴ്സിന് ശേഷം ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കുക, കൂടെ സീഷേഴ്സ് വരിക. ഇത്തരം കണ്ടീഷനിൽ ഡെഫിനറ്റായിട്ട് നമ്മളൊരു മെഡിക്കൽ ജനറ്റിസ്റ്റിനെ റെഫർ ചെയ്യപ്പെടുക എന്നുള്ള നിർബന്ധമാണ്. ഡോക്ടർ ഓൾറെഡി ഫാമിലി ഹിസ്റ്ററിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പാരമ്പര്യമായിട്ട് വരുന്നത്. സോ പാരമ്പര്യമായിട്ട് മാത്രമാണോ ജനറ്റിക് ഡിസോർഡേഴ്സ് വരിക? കാരണം നമ്മളൊക്കെ ഒ പി ഡിയിൽ വരുമ്പോൾ പല പാരൻസും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അടുത്ത കുടുംബത്തിലോ ഒന്നും ആർക്കും ഇത്തരത്തിലുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി മാത്രമാണോ, അല്ലെങ്കിൽ അല്ലാതെയും ജനറ്റിക് ഡിസോർഡേഴ്സ് വരുമോ? അത് സാധാരണ പാരൻസ് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ ജനറ്റിക്സിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരാളെടുത്ത് ഇത് ജനറ്റിക് ആവാം അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങളാവാം എന്ന് പറയുമ്പോൾ എല്ലാ പാരൻസും നമ്മളത് കൺസേൺ ആയിട്ട് പറയുന്ന, അല്ലെങ്കിൽ ആരാണോ കൊണ്ടുവരുന്നത് അവർ നമ്മൾ കൺസേൺ ആയിട്ട് പറയുന്ന സാധനം, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇതില്ല, അത് കാരണം ഇത് ജനറ്റിക് ആവാൻ സാധ്യതയില്ല എന്നുള്ളത്. നമ്മളൊരു ജനറ്റിക് ഡിസോർഡർ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഡീനോവോ മ്യൂട്ടേഷൻ എന്ന് പറയും, പുതിയതായിട്ടുണ്ടാകുന്ന ചേഞ്ചുകൾ. നമ്മളൊരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു സ്പേമും ഒരു എഗ്ഗും ഫ്യൂസ് ചെയ്തൊരു സൈഗോട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് പിന്നെ അതിൻ്റെ DNA ഒരുപാട് തവണ മൾട്ടിപ്ലൈ ചെയ്ത് ആണ് പിന്നെ ഒരു കുട്ടി ഡെവലപ്പ് ആവാന്നുണ്ടാവുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു മ്യൂട്ടേഷൻ സംഭവിക്കാം. അപ്പോൾ നമ്മുടെ DNA പാർട്ടുകളിൽ തന്നെ നമുക്ക് ഇൻട്രോൺ, എക്സോൺ, അങ്ങനെ കുറേ പാർട്ടുകളുണ്ട്. അതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ് എക്സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ഇത്തരം ചേഞ്ചുകൾ സാധാരണ രീതിയിൽ ഒരു നമുക്ക് കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതൊന്നും കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ഇത്തരം ചേഞ്ചുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ ചെയ്യുന്ന ഏരിയകളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ജീനുകളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു അസുഖങ്ങളിലേക്ക് ഉണ്ടാകും. അത്തരം മ്യൂട്ടേഷൻസ് നമ്മൾ ഡീനോവോ മ്യൂട്ടേഷൻ പറയും. 60% വരെ ഉണ്ടാകുന്ന ജനറ്റിക് രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ ഡീനോവോ മ്യൂട്ടേഷൻസ് കാരണം. അതുകൊണ്ട് ഫാമിലി ഹിസ്റ്ററി ഇല്ല എന്ന് വിചാരിച്ചാൽ അത് ജനറ്റിക് രോഗങ്ങൾ ഉണ്ടാവണമെന്നില്ല. അതായത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാവുന്നത്. മറ്റത് ഫാമിലിയിൽ റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോസോമൽ റിസസീവ് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്ട് ഡിസീസസ് എന്ന് പറയും, അല്ലെങ്കിൽ ഓട്ടോസോമൽ ഡോമിനന്റ് തന്നെ ഫാമിലി, നമുക്ക് ഓൾറെഡി ആ ഫാമിലിക്ക് അറിയുന്നുണ്ടാവും. ഒട്ടുമിക്ക ജനറ്റിക് ഡിസോർഡേഴ്സ് 60% എന്ന് പറയുമ്പോൾ പകുതിയിലധികം ജനറ്റിക് ഡിസോർഡേഴ്സ് വരുന്നതും പുതിയ വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാവും. അതല്ല, ഫാമിലി ഹിസ്റ്ററി ഒരിക്കലും എസെൻഷ്യൽ അല്ല. നമ്മൾ കോമൺലി സൊസൈറ്റിയിൽ കാണുന്ന ഡൗൺ സിൻഡ്രോം, അതിന്റെ 95% ഡൗൺ സിൻഡ്രോം ഉണ്ടാവുന്നത് ഒരു ഫ്രീ ട്രൈസോമി, അതൊരു ന്യൂ ചേഞ്ച് ആണ്. അതൊരിക്കലും ഒരു ഫാമിലി ഹിസ്റ്ററി കാരണം ഉണ്ടാവുന്നതല്ല. അതിന്റെ 4% മാത്രമാണ് നമുക്ക് ഫാമിലി ഹിസ്റ്ററി കാരണം ഉണ്ടാവുന്നത്. ബാക്കി എല്ലാം ഒരു ന്യൂ ചേഞ്ച് ആയിട്ട് വരുന്ന സാധനം. ജനറ്റിക് കണ്ടീഷൻ ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയിലാവാം, അത് വളരെ ചെറിയൊരു വിഭാഗമാണ്. പിന്നെ അധിക കേസുകളിലും സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന മാറ്റങ്ങളാണ്, തനിയെ വരുന്ന മാറ്റങ്ങളാണെന്നാ പറഞ്ഞത്. സോ അതിന് പ്രത്യേകമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതുപോലെ പല രക്ഷിതാക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അതിന് പ്രത്യേകമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊന്ന് പറയാമോ? യൂഷ്വലി നമ്മുടെ ഇപ്പോൾ ജനിതക രോഗങ്ങൾ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂസിനെ അല്ലെങ്കിൽ സെൽസിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സൊമാറ്റിക്കും ജേം ലൈനും. ജേം ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേം ആൻഡ് എഗ്, നമ്മൾ ഒരു കുട്ടി ജനിച്ചു വരുന്നതിന് വേണ്ട 2 കാര്യങ്ങൾ. അതിലുള്ള വ്യത്യാസങ്ങൾ പൊതുവേ ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സോ അങ്ങനെയൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല. പക്ഷേ നമ്മുടെ ജീവിത രീതികൾ, അല്ലെങ്കിൽ ഇപ്പോൾ മദറിൻ്റെ ഏജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെല്ലിനെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോവുക, നമ്മളൊരു മിസ്അഗ്രിഗേഷൻ എന്ന് പറയും. അത് ആണ് ഇപ്പം ക്രോമസോമൽ പ്രോബ്ലംസിന് കോമൺ ആയിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ ഫാദറിൻ്റെ ഏജ് കൂടുന്ന സമയത്ത്, ഫാദറിന് 40 വയസ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചില അസുഖങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ അക്കോണ്ടോപ്ലേസിയ, ഹൈപ്പോകോണ്ടോപ്ലേസിയ തുടങ്ങിയ അസുഖങ്ങൾ, മർഫാൻ സിൻഡ്രോം, ഈ അസുഖങ്ങളൊക്കെ അത്തരം ആളുകളിൽ കൂടുതൽ വരാം. അപ്പോൾ അതൊക്കെ ആ ഒരു സ്പേമിലോ എഗ്ഗിലോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം
അത് സാധാരണ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് ഒന്നും വരാറില്ല, അല്ലെങ്കിൽ വേറൊരു ഇതുകൊണ്ടോ നമുക്കതിനെ ക്രമീകരിക്കാൻ പറ്റിയൊരു സാധനമല്ല. അതൊരു കുട്ടി ജനിച്ച് വരുന്ന സമയത്ത് അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു മ്യൂട്ടേഷനാണ്. പക്ഷേ സൊമാറ്റിക് ചേഞ്ചസ്, സൊമാറ്റിക് ചേഞ്ചസ് മോസ്റ്റ്ലി നമ്മളിപ്പം സ്റ്റഡി ചെയ്യുന്ന ക്യാൻസേഴ്സിലാണ്. അത്തരം വ്യത്യാസങ്ങൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ പൊല്യൂഷൻ, നമ്മൾ കഴിക്കുന്ന ടോക്സിക് എക്സ്പോഷർ എത്രത്തോളം വരുന്നുണ്ട്, ഫുഡിലെ ടോക്സിക് എക്സ്പോഷർ വരുന്നുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ജേം ലൈൻ മ്യൂട്ടേഷൻസ് പൊതുവേ ഇതിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിലാണ് ഉണ്ടാവുക. യൂഷ്വലി അത് ഇപ്പോൾ ഡൗൺ സിൻഡ്രം നമ്മൾ പറയും മാതാവിൻ്റെ ഏജ്, മദറിൻ്റെ ഏജ് ഒരു 35-40 കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡൗൺ സിൻഡ്രം വരാനുള്ള സാധ്യത ഒരു ആൾ 20 വയസ്സിലും അല്ലെങ്കിൽ 25 വയസ്സിലും കുട്ടി ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതലാണ്, അത് നമ്മൾ പറയും. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമാണ് ജേം ലൈൻ മ്യൂട്ടേഷൻസിന് സാധാരണ നിലയിലുണ്ടാവുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ്റെ അടുത്തായിരിക്കും. സോ നമ്മുടെ അടുത്ത് സാധാരണയായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഈ ജനിതകമായ പ്രശ്നം ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിൽ വ്യത്യാസം വന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിത രീതിയായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഒരു ആൻസർ ഡോക്ടർ ഒന്ന് പറയുമോ? ജനിച്ചു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സാധാരണ രീതിയിൽ പാരൻസ് കഴിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലോ ഇതിനൊന്നിനും ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. അതൊരു മ്യൂട്ടേഷൻ അവിടെ സംഭവിച്ചു കഴിഞ്ഞു, പിന്നെ നമുക്കത് മാറ്റാൻ പറ്റുന്നില്ല. ആ കുട്ടിയുടെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി. ആ മ്യൂട്ടേഷൻ പിന്നെ ഫർദർ എല്ലാ സെൽസിലോട്ടും പോകുന്നു, അങ്ങനെ പോകുന്നു. അത്ര ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും നമുക്കൊരു ഭക്ഷണ രീതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ നന്നാക്കിയത് കൊണ്ടോ നമുക്ക് മാറ്റാൻ പറ്റും. സോ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ലൈക്ക് ഓട്ടിസം, ADHD, ലേണിംഗ് ഡിസബിലിറ്റി, അപ്പോൾ ഇതിലൊക്കെ ആസച്ച് പാരൻ്റ് പിന്നെ ഒരു കുട്ടിക്ക് ഉണ്ടായതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് വരുമെന്ന് പേടിച്ച് പലപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഡോക്ടറെ അടുത്ത് ഓൾറെഡി ചോദിച്ചത്. സോ അതിനൊന്നും, അതായത് ഭക്ഷണം അല്ലെങ്കിൽ ബാക്കിയുള്ള എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സിനൊന്നും കാര്യമായ റോളില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാം, അല്ലേ? നമ്മൾ മുഴുവനായി ഒരു എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സിൽ വേറെ വരുന്നൊരു ഗ്രൂപ്പാണ് മൾട്ടി ഫാക്ടോറിയൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞ ജനറ്റിക് കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രം. അതിൽ നമ്മൾ 21st ക്രോമസോം 3 ട്രൈസോമി 21, അതാണ് അതിൻ്റെ മേജർ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ക്രോമസോം 3 അതിൽ വരുന്ന ജീൻസ് കൂടുതലായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അത് കാരണം അവർക്ക് ഈ ഒരു കണ്ടീഷൻ, ഇതുപോലെ അവർക്ക് സിംറ്റംസ് വരുന്നു. മൾട്ടി ഫാക്ടോറിയൽ ഡിസോർഡേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീനിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ആ ഡിസീസിൽ ഉണ്ടാവുക. അപ്പോൾ ആ എല്ലാ ജീൻസും ഒരു മൈൽഡ് ഇൻപുട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻപുട്ടും നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ആ കുട്ടി കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ആ പാരൻസിന് എത്രത്തോളം സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് എത്രയാണ്, അല്ലെങ്കിൽ സോഷ്യലി ആ പാരൻസിന് എത്രത്തോളം തെറാപ്പീസ് കൊടുക്കാൻ പറ്റുന്നു, അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വരുന്ന അസുഖങ്ങളാണ് മൾട്ടി ഫാക്ടോറിയൽ ഡിസോർഡേഴ്സ്. അത്തരത്തിലുള്ള അസുഖങ്ങളെ സാധാരണ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മൾട്ടി ഫാക്ടോറിയൽ ഡിസോർഡേഴ്സിനെ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോണോജനിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, മോണോജനിക് ഇപ്പോൾ നമ്മൾ കോമൺലി കാണുന്ന തലസീമിയ, അതൊക്കെ ഒരു മോണോജനിക് കണ്ടീഷനാണ്. സിംഗിൾ ജീനാണ് അതിൻ്റെ മെയിൻ റീസൺ വരുന്നത്. സിക്കിൾ സെൽ അനീമിയ, ഇതൊക്കെ സാധാരണ നിലയിൽ ഒരിക്കലും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സോ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല. മോണോജനിക് കണ്ടീഷൻസിന് അങ്ങനെയില്ല. പക്ഷേ മൾട്ടി ഫാക്ടോറിയൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾക്ക് എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. ന്യൂറോ ഡെവലപ്മെൻറ്റൽ അതിലേക്ക് വരുമ്പം ഫ്രെജൈൽ എക്സ് സിൻഡ്രോം, റെഡ് സിൻഡ്രോം, ഇതിലൊക്കെ കാര്യമായിട്ടുള്ള എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് റോളില്ല എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായും. വേറൊരു കോമൺലി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ, എപ്പിജനറ്റിക് ചേഞ്ചസ്, അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാധാരണ നമ്മളിപ്പം ഒരു DNA സീക്വൻസ് എന്ന് പറയുന്നത് ATGC, നമ്മളെല്ലാവരും സ്കൂളുകളിൽ പഠിച്ചു വരുന്ന സാധനമാണ് ATGC. ആ സീക്വൻസസ് ആയിട്ടാണ് നമ്മുടെ ഇതുണ്ടാവുക. ശരിക്കും നമ്മൾ ഈ ATGC ഉണ്ടെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുന്ന DNA ഫാക്ടർ അല്ലാത്ത വേറെ കുറേ സാധനങ്ങൾ അതിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന സാധനങ്ങൾ മെത്തിലേഷൻ, അസിറ്റിലേഷൻ, അങ്ങനെ കുറേ മെക്കാനിസം വഴി ഈ DNA നമ്മൾ DNA അല്ലാത്ത കാരണങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് എപ്പിജനറ്റിക് വ്യത്യാസങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് കാരണം ഉണ്ടാകുന്ന ഇതെല്ലാം നമ്മൾ എപ്പിജനറ്റിക് ഇൻഫ്ലുവൻസസ് ആണ് നമ്മുടെ DNA ഉണ്ടാക്കുന്നത്. ആ എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻസ് കാരണമാണ് ഈ അസുഖങ്ങളുടെ സിവിയറിറ്റി കൺട്രോൾ ചെയ്യപ്പെടുന്നത്. നമ്മൾ മൾട്ടി ഫാക്ടോറിയൽ ഡിസോർഡേഴ്സിൽ തന്നെ ഇപ്പം അതിൽ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എത്രത്തോളം എപ്പിജനറ്റിക് ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട്. അതൊക്കെ ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേജിൽ ചില സാധനങ്ങൾ പ്രൂവ് ആയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. എപ്പിജനറ്റിക് ഇൻഫ്ലുവൻസസ് കാരണമാണ് ഈ മൾട്ടി ഫാക്ടോറിയൽ ഡിസോർഡേഴ്സിൻ്റെ സിവിയറിറ്റി കൂടുന്നത്. അത് നമുക്കിപ്പോഴും ഒരു ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടില്ല. വിത്ത് ഒരു എപ്പിജനറ്റിക് ചേഞ്ച് കാരണം ഒരു ഡിസോർഡർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൺലി എഫക്ട് സിവിയറിറ്റി. ഇറ്റ്സ് മേജർലി ഇറ്റ്സ്
എഫക്ട് സിവിയറിറ്റി. അപ്പോൾ അതല്ലാതെ നമുക്കിപ്പം എപ്പിജനറ്റിക് ആയിട്ട് വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രാഡർ വില്ലി, ഏഞ്ചൽ മാൻ സിൻഡ്രോം, ടെമ്പിൾ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. അത് ആക്ച്വലി അവരുടെ DNA-യിലുള്ള ചേഞ്ചസിനൊക്കെ കൂടുതൽ, അതൊരു എപ്പിജനറ്റിക് മെക്കാനിസമാണ്, അതിൻ്റെ ഒരു മെക്കാനിസം തന്നെ വ്യത്യസ്തമാണ്. അത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ എപ്പിജനറ്റിക് മെക്കാനിസം വഴി ഉണ്ടാകുന്നതാണെന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ മേജർലി സിവിയറിറ്റി ആണ്. സോ ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ എപ്പിജനറ്റിക് ചേഞ്ചസിന് സിവിയറിറ്റിയിലാണ് കൂടുതൽ റോള് വരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പാരൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓട്ടിസം ജനറ്റിക്സും. സോ ഓട്ടിസം ജനറ്റിക്സും തമ്മിലുള്ള ആ റോളും ഒന്ന് പറയാൻ പറ്റുമോ? ഓട്ടിസം ബേസിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസോർഡർ ആയിട്ടാണ്. അതൊരു മൾട്ടിപ്പിൾ ജീൻസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓട്ടിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജനറ്റിക് ഇൻഫ്ലുവൻസ് ഒരു അസുഖത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഹെറിറ്റബിലിറ്റി, അങ്ങനെ ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓട്ടിസം 70% ഹെറിറ്റബിലിറ്റി ഫാക്ടറുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിൽ മൾട്ടിപ്പിൾ ജീൻസ് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മോണോജനിക് കണ്ടീഷൻസോ ക്രോമസോം, അത് സിംഗിൾ ജീനിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഓട്ടിസം വരുന്ന കണ്ടീഷനുണ്ട്. അതിൽ വരുന്നതാണ് NRXN, SHANK3, അതൊക്കെ SHANK2, SHANK3 എന്ന് പറയുന്ന ജീനുകളൊക്കെ ഇത്തരത്തിലുള്ള മോണോജനിക് കണ്ടീഷൻസിന് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആയിട്ട് ചില ഏരിയയിലുള്ള ഡിലീഷൻസ്, ഒരു മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഡ്യൂപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതൊക്കെ നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സിൽ ജനറ്റിക് കാരണം ഉണ്ടാകുന്ന ഓട്ടിസമായിട്ട് വരാറുണ്ട്. ഓൾമോസ്റ്റ് 30 to 40% ഓട്ടിസം നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡിനോവോ ചേഞ്ചസ് ആണ്. അല്ലാതെ ഒരു ഫാമിലിയിൽ റൺ ചെയ്യുന്ന രീതിയിൽ വരുന്നത് വളരെ കുറവാണ്. ഏകദേശം നമുക്ക് പറയുമ്പോൾ ഒരു 10% മാത്രമാണ് അതിലൊരു ഫാമിലിയിൽ റൺ ചെയ്യുന്ന രീതിയിലുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നത് ഡിനോവോ കണ്ടീഷൻസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടിസം റിക്കറൻസ് നമ്മൾ പറയുമ്പോൾ ഈ ഡിനോവോ കണ്ടീഷൻസ് ആയതുകൊണ്ട് റിക്കറൻസ് ഭയങ്കര കുറവായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ അതിലൊരു അതായത് ഒരു കുട്ടി ഉണ്ടായത് കരുതിയിട്ട് അടുത്ത കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യത. പക്ഷേ ഹെറിഡിറ്റബിലിറ്റി ഫാക്ടർ ഓട്ടിസത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളൊരു 5 to 10% ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറ്റിക് കോഴ്സ്, ജനറ്റിക് ടെസ്റ്റ് എല്ലാം ചെയ്തു, അതിൽ നമുക്ക് ജനറ്റിക് ഫാക്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 to 10% ചാൻസ് നമ്മൾ റിക്കറൻസ് പറയും. ബാക്കി ആ കുട്ടി രണ്ടാമത് ജനിക്കുന്ന കുട്ടി കംപ്ലീറ്റ്ലി നോർമലായിരിക്കും. ഓക്കെ, സോ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു 5 to 10% സാധ്യത വരെ ഉണ്ടാവുന്നതാണ്. ഓട്ടിസത്തിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടിസത്തിൽ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് എപ്പോഴാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക? പലപ്പോഴും പല ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യന് വരെ ഡൗട്ടുള്ള ഒരു ഏരിയയാണത്. സോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒന്നിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എപ്പോഴാണ് നമ്മളൊരു കണ്ടീഷനിൽ എപ്പോഴാണ് ജനറ്റിക്സിനെ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഓട്ടിസത്തിൽ അട്ടിപ്പിക്കലായിട്ട് കാണുകയാണ്, ഭയങ്കര ഏർലി ആയിട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ലേറ്റ് സ്റ്റേജിലാണ് ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് കണ്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ ഓട്ടിസത്തിൻ്റെ കൂടെ തന്നെ കോമോബിഡ് കണ്ടീഷൻസ് വളരെ കൂടുതലാണ്, സീഷേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ ID, അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം കോമൺലി കാണുന്ന ഡിസ്മോർഫിസം എന്ന് പറയും. നമ്മൾ ഒരു കുട്ടി സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് അതിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു അക്യൂട്ട് ഫീച്ചേഴ്സ്, ഇപ്പം ഓട്ടിസം ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ആ കുട്ടി ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയി ചെയ്യും. ചില സമയത്ത് ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് ഭയങ്കര കൂടുതലായിട്ട് നിൽക്കും, ചില സമയത്ത് ഭയങ്കര കുറവായിട്ട് നിൽക്കും. അങ്ങനെ ഒരു ഇൻ്റർമീഡിയൻ്റ് ഒരു ചേഞ്ചസ് ആ കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. ഇത്തരം കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പാരൻസ് ഒരു നെക്സ്റ്റ് ബേബി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ആ ഫസ്റ്റ് കുട്ടീനെ ടെസ്റ്റ് ചെയ്ത് അതിൽ ജനറ്റിക് കോസസ് ഒന്നും ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ ടെസ്റ്റ് ചെയ്ത് നമുക്കിപ്പോൾ ഉള്ള സയൻറ്റിഫിക് ബേസിസ് വെച്ചിട്ട് ജനറ്റിക് കോസസ് ഒന്നും ഇല്ല എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു മൾട്ടി ഫാക്ടോറിയൽ ഡിസോർഡർ എന്നുള്ളതിലോട്ട് പോകും. അപ്പോൾ പിന്നെ റിക്കറൻസ് റിസ്ക് കുറവാണ്. പക്ഷേ നമ്മൾ മോണോജനിക് കണ്ടീഷനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൽ റിക്കറൻസ് റിസ്ക് നമ്മൾ സാധാരണത്തിലും കൂടുതലായിരിക്കും ഉണ്ടാവുക. ഡിനോ ആണെങ്കിൽ കുഴപ്പമില്ല, മറ്റുള്ള കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ സാധാരണത്തിലും കൂടുതൽ റിക്കറൻസ് റിസ്ക് അതിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു പാരൻറ്റ് വേറൊരു കുട്ടീനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത്തരം കോമോബിഡ് കണ്ടീഷൻസ് അസോസിയേറ്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരു അറ്റിപ്പിക്കൽ ഫീച്ചർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജനറ്റിക് ടെസ്റ്റ്. ഇപ്പം ഡോക്ടർ ഷാഫിയുടെ എക്സ്പീരിയൻസിൽ ഇപ്പം നമ്മളൊരു ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഇല്ലാത്തൊരു കുട്ടി, ഒരു ഡെവലപ്മെൻറ്റ് ഡിലേ ആയിട്ട് ഷാഫിയുടെ അടുത്ത് വരുന്ന ഒരു കുട്ടീനെ ഡയറക്റ്റ്ലി തെറാപ്പി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് കിട്ടിയില്ല, നിങ്ങൾ ആ തെറാപ്പിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താറുണ്ടോ? നിങ്ങൾ തെറാപ്പി പ്ലാനിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടോ?
തീർച്ചയായും ഡയറക്റ്റായിട്ട് ഇപ്പം പിന്നെ പലപ്പോഴും ഒരു ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടെങ്കിൽ നേരിട്ട് ഈവൻ സ്പീച്ച് ഡിലേ ആയിക്കോട്ടെ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിക്കോട്ടെ പലപ്പോഴും ഒരു ഡോക്ടറെ കാണിക്കാണ്ട് നേരിട്ട് തെറാപ്പിക്ക് പോകുന്ന ആളുകളെ കാണാറുണ്ട്. സോ ചില കുട്ടികളിൽ മാറ്റങ്ങൾ വരുമെങ്കിലും ഒരുപാട് കുട്ടികളിൽ കോമോബിഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കുട്ടികൾ കോമോബിഡായിട്ട് കാണാറുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ തെറാപ്പി പ്ലാനിങ്ങിലും ഡയഗ്നോസിസിന് നല്ല റോളുണ്ട്. സോ ആസ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനും ഒരു ഡെവലപ്മെൻറ്റ് സൈക്കോളജിസ്റ്റും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റും അതുപോലെ സ്പീച്ച് തെറാപ്പിസ്റ്റും അതുപോലെ സോഷ്യൽ വർക്കറൊക്കെ അടങ്ങുന്നൊരു ടീമാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറേ കൂടി ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലത്തിലൊരു ക്ലാരിറ്റി കിട്ടും. സോ തെറാപ്പിയിൽ ഡെഫിനറ്റായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. കൂടാണ്ട് ഒരു ഡെഫിനിറ്റ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിലും പ്രോഗ്നോസിസ് ഹൗ ഈ കുട്ടിയുടെ ഒരു ട്രജക്ടറി എങ്ങനെ ആയിരിക്കാം, എത്ര കണ്ട് ഇമ്പ്രൂവ് ആവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അണ്ടർലൈയിങ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റബോളിക് ആയിട്ടുള്ള ഇഷ്യൂസിന് ഡെഫിനറ്റായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ജനറ്റിക് അല്ലെങ്കിൽ മെറ്റബോളിക് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് എന്ത് വ്യത്യാസമാണ് കുട്ടികൾക്ക് വരിക എന്നുള്ളത് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറയുന്ന അത് നമ്മൾ ഒരു ജനറ്റിക്സ് പെർസ്പെക്റ്റീവിൽ നമ്മളതൊരു സിംറ്റം ആയിട്ടാണ് കാണാറുള്ളത്. അതൊരിക്കലും നമ്മളൊരു ഡയഗ്നോസിസ് ആയിട്ട് ഒരു കംപ്ലീറ്റ് ഡയഗ്നോസിസ് ആയിട്ട് വെക്കാറില്ല. നമുക്കൊരു ജനറ്റിക് ഡയഗ്നോസിസ് കിട്ടുമ്പോഴാണ് നമ്മളൊരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് ആയി എന്നുള്ളത് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ്, ഒരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് എത്തി. അപ്പം നമുക്ക് അതിൻ്റെ ആ ഡിസീസിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിൽ ഏതൊരു ഡിസീസിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു കോമൺ കണ്ടീഷൻസിൻ്റെ എല്ലാവരും നമുക്ക് നാച്ചുറൽ ഹിസ്റ്ററി അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു കുട്ടിയുടെ ഫെർദർ ലൈഫിൽ ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് അത് വെച്ചുണ്ടാവാൻ പോകുന്നത്, എന്തൊക്കെ കോമോബിഡിറ്റീസ് ആണ് ഇനി വരാനുള്ളത്, എങ്ങനെയാണ് നമുക്ക് തെറാപ്പി പ്ലാൻ ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്കൊരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. ഇപ്പോൾ കോമൺലി ഇപ്പം ഞാൻ ഒരു കേസ് എൻ്റെ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു കുട്ടി ഒരു ഓട്ടിസമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫെർദർ ഒരു തെറാപ്പി മാത്രം കണ്ടിന്യൂ ആയിരുന്നു. ഫസ്റ്റ് കോൺടാക്ട് നമ്മളടുത്ത് ഒരു അക്യൂട്ട് ബിഹേവിയറൽ ഇഷ്യൂ കാറ്ററ്റോണിയ അങ്ങനെയായിരുന്നു നമ്മളടുത്ത് പ്രസൻറ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ കുട്ടീനെ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇറ്റ്സ് എൻഡപ്പിൻ ഒരു ഹോമോസിസ്റ്റിനൂരിയ MTHFR ഒരു ഹോമോസിസ്റ്റിനൂരിയ MMA-CHC ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഓൾറെഡി നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആ ചൈൽഡ് ഇങ്ങനെ ഒരു കോമോബിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്ന സിറ്റുവേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ലേറ്റ് ഡയഗ്നോസ് ചെയ്തു. ഇനി എത്ര ഒരു നോർമൽ ലൈഫ് ആ കുട്ടിക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നോർമൽസിലൂടെ എത്രത്തോളം റിവേഴ്സ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു 9 ഇയേഴ്സിൽ ആ കുട്ടീനെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പിന്നെ ഫെർദർ നാച്ചുറൽ ഹിസ്റ്ററി നമുക്കതിൽ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്കൊരു വീണ്ടും ഒരു കംപ്ലീറ്റ് നോർമൽസിയിലോട്ട് ആ കുട്ടി പോകും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജനറ്റിക് ഡയഗ്നോസിസിൻ്റെ ഒന്ന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് കിട്ടി, ആ ഡിസീസിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കുട്ടിക്ക് എന്തൊക്കെ സർവൈലൻസ് വേണം, എന്തൊക്കെ മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് പോസിബിൾ ആണ്, അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അതിൽ പിന്നെ നമുക്ക് ഫെർദർ ആ കുട്ടിക്ക് വേണ്ടിയുള്ള പ്ലാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പം ആ ഒരു ഫസ്റ്റ് ബേബിയാണ്, ഒരു സെക്കൻഡ് ബേബിനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീനേറ്റൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഫെർദർ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു റിക്കറൻസ് റിസ്ക് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് നമുക്കൊരു ജനറ്റിക് ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതർവൈസ് നമുക്കൊരു ബ്ലൈൻഡ് ഇത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓട്ടിസത്തിന് നമ്മൾ പറയും ഒരു 30-40% ജനറ്റിക് കോസസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഡിനോവോ ആയിരിക്കും ഉണ്ടാവുക, അല്ലാതെ ഒരു 1% റിക്കറൻസേ വരുന്നുള്ളൂ. ഓട്ടോസോമൽ റിസസീവ് ആണെങ്കിൽ നമുക്ക് 25% റിക്കറൻസ് വരുന്നുണ്ട് പാരൻസ് ക്യാരിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ക്രോമസോമൽ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇൻഹെറിറ്റൻസ് വെച്ചിട്ട് നമുക്ക് റിസ്ക് മാറും. അപ്പോൾ നമ്മൾ ജനറൽ റിസ്ക് പറയുമ്പോൾ 5-10% പറയുന്നത് പോലെ ഈ ഓരോ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് റിസ്ക് മാറുന്നുണ്ട്. അപ്പോൾ ഒരു റിസ്ക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രീനിറ്റിൽ വെച്ചിട്ട് ഒരു പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ് നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിൽ ജനറ്റിക് ഡയഗ്നോസിസ് ഉണ്ടാവണം. ഓക്കെ, സോ ജനറ്റിക് ഡയഗ്നോസിസ് കുട്ടിയുടെ പ്രോഗ്നോസിസ്, അതേപോലെ ലോങ് ടേം ആയിട്ട് എങ്ങനെയാണ് കുട്ടി മുമ്പോട്ടേക്ക് പോവുക, അതേപോലെ തെറാപ്പി പ്ലാൻ ചെയ്യുന്നിടത്ത്, അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഡോക്ടർ പറഞ്ഞ പോലെ അടുത്ത കുട്ടിയെ പ്ലാൻ ചെയ്യുമ്പോൾ ഒക്കെ. പിന്നെ അതുപോലെ പിന്നെ ഡോക്ടർ ഷബീർ, ഈ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണല്ലോ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്. സോ ഈ ന്യൂറോ മെറ്റബോളിക് കണ്ടീഷൻസും അതുപോലെ മെറ്റബോളിക് ഡിസോർഡേഴ്സും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് ഒന്ന് എലാബറേറ്റ് ചെയ്യാമോ? നമ്മളിപ്പോൾ പൊതുവേ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ഒരു ഡെഫിനിറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു ആസ്പെക്റ്റ് എടുക്കണം.
ഇപ്പോൾ ഡെഫിനിറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഉള്ള കണ്ടീഷൻസ് ഇപ്പോൾ നമ്മൾ IMs എടുക്കുകയാണ്, ഇൻബോണേഴ്സ് മെറ്റബോളിസം എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോട്ടിനൈറ്റിസ് ഡെഫിഷ്യൻസി ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻ റെസ്പോൺസീവ് എപ്പിലെപ്സീസ് ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ആ ഒരു ഏതാണോ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പണൻ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നോർമൽ ഓർ നിയോ നോർമൽ ലൈഫായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു വേറൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റബിൾ എന്ന് പറയുന്ന കണ്ടീഷൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചില എപ്പിലെപ്സീസ് ഉണ്ട്. എപ്പിലെപ്സീസിൽ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റി സീഷൻ മെഡിക്കേഷൻസിൽ ഏത് മെഡിക്കേഷനാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുക. ചില കണ്ടീഷൻസ് വരുമ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം വെച്ചിട്ട് നമുക്ക് ആ മെഡിസിനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എഫക്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേഴ്സണിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഒരു ജെനറ്റിക് ഡയഗ്നോസിസ് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ പറ്റും. ഒന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ ആ കണ്ടീഷൻസിന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഏതാണോ നമ്മൾ മാനേജ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ജെനറ്റിക് ഡയഗ്നോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ. സോ വേറെ ഡോക്ടർ ഓൾറെഡി ആ ആസ്പെക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ റിക്കറൻസ് റിസ്ക്, അതായത് പല പാരൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യാണ്, എൻ്റെ ആദ്യത്തെ കുട്ടി ഓട്ടിസം ഉണ്ട്. സോ ഒരുപാട് പാരൻസ് നമ്മൾ കാണാറുണ്ട്, ഇനി എനിക്കൊരു കുട്ടി വേണ്ട, അല്ലെങ്കിൽ ഇനി ട്രൈ ചെയ്യേണ്ട. സോ ഓട്ടിസത്തിലൊക്കെ കോമൺ ആയിട്ട് എത്ര റിക്കറൻസ് റിസ്ക് ആണ് കാണുന്നത് എന്നൊന്ന് പറയാമോ? ബേസിക്കലി അത് നമ്മൾ ഏത് കണ്ടീഷനാണ് ഒരു ഡെഫിനിറ്റ് ഡയഗ്നോസിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ റിക്കറൻസ് റിസ്ക് പറയുക. സപ്പോസ് അതൊരു ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു ഡയഗ്നോസിസ് കിട്ടി, ഒരു ഡിനോവോ മ്യൂട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര നെഗ്ലിജിബിൾ ആയിട്ടുള്ള less than 1% എന്ന് പറയും, അത് മാത്രമാണ് നമ്മൾ റിക്കറൻസ് റിസ്ക് പറയുന്നത്. ഓക്കെ, അതായത് പ്രീവിയസ് ആയിട്ടുള്ള പാരൻസിൻ്റെ ഒന്നും വരാത്ത പുതുതായിട്ടുണ്ടായത് വന്നുള്ള ഒരു ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1% ചാൻസ് മാക്സിമം. ഓക്കെ. അതൊരു ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻ ആണ്, അതായത് 2 പാരൻസും കാരിയേഴ്സ് ആയിട്ട് ഉണ്ട്, എന്നിട്ടാണ് ആ കുട്ടിക്ക് ഡിസീസ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 25% റിസ്ക് വരുന്നത്. സപ്പോസ് നമുക്ക് ജെനറ്റിക് ഡയഗ്നോസിസ് ഒന്നും കിട്ടിയില്ല, നമ്മളൊരു മൾട്ടി ഫാക്ടോറിയൽ കണ്ടീഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബേസിക് റിസ്ക് വരുന്ന 5 to 10% ചാൻസ് ഉണ്ട് ഒരു കുട്ടിക്ക് വീണ്ടും ആ ഒരു കണ്ടീഷൻ വരാനായിട്ട്. അതും ഡിപ്പെൻഡ് ചെയ്യും, ഇപ്പോൾ അവരുടെ പ്രീവിയസ് എത്ര കുട്ടികൾ അഫക്റ്റഡ് ആണ്, ഫാദറിന് എന്തെങ്കിലും അസോസിയേറ്റ് കണ്ടീഷൻസ് ഉണ്ടോ, അപ്പം ഫാദർ മൈൽഡ് ഓട്ടിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഫാദറിന് സീഷർ ഡിസോർഡർ ഉണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഇവരുടെ ജെനറ്റിക് ഡയഗ്നോസിസ് ആയിട്ടില്ലാത്ത കണ്ടീഷൻസിൽ റിക്കറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജനറൽ റിസ്ക് എന്ന് പറഞ്ഞാൽ 5 to 10% മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. സോ ഒരുപാട് പാരൻസ് ആങ്ഷ്യസ് ആവുന്ന ഒരു ഇതാണ്, അതായത് ഒരു കുട്ടിക്ക് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അടുത്ത കുട്ടി പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ള. പല പാരൻസും പറയാറുള്ളതാണ്, ആദ്യത്തെ കുട്ടിക്ക് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്ക് ഇനി ഒരു കുട്ടി വേണ്ട. പലപ്പോഴും ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് കാണാം, നമ്മൾ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടെ പ്ലാൻ ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ യൂഷ്വലി ഒരു മെഡിക്കൽ ജെനറ്റിസ്റ്റിന് റെഫർ ചെയ്യാറാണ് റിസ്ക് എന്നുള്ളത്. അപ്പം അത് തന്നെയല്ലേ ശരിയായ രീതി? നമ്മൾ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മൾ അടുത്ത കുട്ടിയുടെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു മെഡിക്കൽ ജെനറ്റിസ്റ്റ് ഒരു പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സാധനത്തിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് നമുക്കൊരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമ്മൾ റിക്കറൻസ് പറഞ്ഞു കൊടുക്കും. സപ്പോസ് നമ്മളത് പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ബേസിസിൽ എത്രയാണ് റിസ്ക് വരുന്നത്, പ്രഗ്നൻസി അപ്രോപ്രിയറ്റ്ലി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരു നെക്സ്റ്റ് ബേബി പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഒരു പേഴ്സണൽ ഓപ്ഷനാണ്, പക്ഷേ മുന്നത്തെ ഒരു കുട്ടിക്ക് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് അതിനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അപ്രോപ്രിയറ്റ്ലി പ്ലാൻ ചെയ്യാവുന്ന സിറ്റുവേഷനാണ്. യൂഷ്വലി ആളുകൾക്ക് ഇടയിലുള്ളൊരു തെറ്റിദ്ധാരണയാണ് ജനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, അത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഇല്ല എന്ന് പറയുന്നത്. അത് കാരണം ഈവൻ നമ്മൾ മെഡിക്കൽ ജെനറ്റിസ്റ്റിന് റെഫർ ചെയ്താൽ പോലും പല ആൾക്കാരും ജെനറ്റിസ്റ്റിൻ്റെ അടുത്ത് എത്താത്തതായി കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡോക്ടർ ഒന്ന് പറയുമോ? ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള ജെനറ്റിക് ടെസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്യൂ ഫേസിലെത്തി. നമ്മൾ ഇത്രയും കോസ്റ്റിൽ നമുക്ക് മിനിമം കോസ്റ്റിൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് സിറ്റുവേഷനിലും. നമ്മളിപ്പോൾ ഒരു യൂഷ്വലി ഒരു ഇമേജിങ് ചെയ്യുന്നതിന്റെ സെയിം കോസ്റ്റ് മാത്രമാണ് ചെയ്യുന്ന അതേ കോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പല ടെസ്റ്റുകൾക്കും വരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഇത് വർത്ത് വൈലാണ്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് ആയി, ആ കുട്ടിയുടെ സർവൈലൻസ് മാനേജ്മെന്റ് പ്രോട്ടോകോൾസിനും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫർദർ പ്രഗ്നൻസി പ്ലാനിങ്ങിൽ അത് റിക്കറൻസ് ഇത് വരുന്നുണ്ട്. നമ്മളത് ചെയ്യുന്നതിന്റെ വർത്ത് അത്രയുണ്ട്. നമ്മളൊരു ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാ തെറാപ്പി ചെയ്യുന്നതും നമ്മളൊന്ന് അറിഞ്ഞ് ചെയ്യുന്നതും രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതെ, തീർച്ചയായും. അത് കൂടാതെ ഫ്യൂച്ചറിൽ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ വരികയാണെങ്കിൽ കുട്ടികൾക്ക് അത് ആക്സസ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മളൊരു ഡയഗ്നോസിസ് ഉണ്ട്, നമുക്ക് രജിസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഒരു ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് ആക്സസിബിൾ ആക്കി കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഇപ്പം എവിടെ വേൾഡ് വൈഡ് ആണെന്നുണ്ടെങ്കിൽ അൺടിൽ നമുക്ക് ഡയഗ്നോസ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവർക്ക് നമുക്കൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ കൊടുക്കാൻ അത് പോസിബിൾ അല്ല. അതെ, ചില ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് ഏർലി ഫേസിൽ കൊടുക്കാൻ പറ്റും, ചിലത് ലേറ്റ് ഫേസിൽ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വരും. ബട്ട് ലൈക്ക് അൺടിൽ അതർവൈസ് നമ്മളൊരു
ഡെഫിനറ്റ്ലി ഡയഗ്നോസ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒന്നും നമുക്ക് പിന്നെ ഫെർദർ ഇല്ല. അത് അവരുടെ ഒരു റുട്ടീൻ പോലെ അവരൊരു ചിലപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാതും ഒരു നാച്ചുറൽ കോഴ്സിലോട്ട് ആ കുട്ടീനെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്, നാച്ചുറൽ ഹിസ്റ്ററിയിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രം. വലിയ മോഡിഫിക്കേഷൻ നമ്മൾ അതിൽ വരുത്തുന്നില്ല. നമ്മൾ ഡെഫിനറ്റ് ഡയഗ്നോസിസിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിൽ യൂഷ്വലി മൾട്ടി ഡിസിപ്ലിനറി കെയർ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഷാഫീസ് എന്നുള്ളൊരു സെൻറ്ററിലോട്ട് എത്തിയത്? പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിൻ്റെ സമയത്ത് സ്വന്തമായിട്ടൊരു സെൻറ്റർ തുടങ്ങണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഫെലോഷിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമുക്ക് ശരിക്കായിട്ടൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം ആയിട്ട് ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സെൻറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻറ്റർ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ ഫ്യൂ വീക്സ് തന്നെ കേരളത്തൊന്നും പുറത്തുനിന്നൊക്കെ ഒത്തിരി ആൾ വരാൻ തുടങ്ങി. നമ്മൾ CMC വെല്ലൂരിൻ്റെ ആ ഒരു പ്രോട്ടോക്കോൾ അവിടെ യൂസ് ചെയ്യുന്ന ഫാമിലി സെൻട്രിക് അപ്രോച്ചും കാര്യങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് എല്ലാം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അധികം നമ്മൾ എല്ലാ കേസുകളും നമ്മൾ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ഒരു പ്രോപ്പർ ഒരു സ്ട്രക്ചേർഡ് ഓപ്പറേഷൻ പ്രോട്ടോക്കോൾ വഴിയാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വരുന്ന പാരൻസിൻ്റെ സാറ്റിസ്ഫാക്ഷനും നല്ലതായിരുന്നു. അപ്പോൾ ഓവർ 1 ഇയറിൽ കേരളത്തിൽ നിന്നും പുറത്തുനിന്നും ഈവൻ ഇൻ്റർനാഷണൽ ക്ലയൻസ് പോലും നമുക്ക് വരുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഡെഫിഷ്യൻസി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കേരളത്തിൽ വരുമ്പോൾ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ്റെ അണ്ടറിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം വർക്ക് ചെയ്യുന്നത്, അത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. എസ്പെഷ്യലി നോർത്ത് കേരളയിൽ ആരും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് ഈ ഒരു 1 ഇയറിൽ നമുക്ക് ഇത്ര പെട്ടെന്ന് ഈ ഒരു ലെവലിലോട് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതുപോലെ ഒരുപാട് ഫാമിലീനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് കൊളാബറേഷൻസ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആയിക്കോട്ടെ, മെഡിക്കൽ ജെനറ്റിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മറ്റ് സ്പെഷ്യലിസ്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് നമുക്ക് ഓവർ 1 ഇയർ നമുക്ക് മോർ ദാൻ 3000 കുട്ടികളെയാണ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയത് ഡോക്ടർ ഷാഫീസ്. ഇനി ഫർദർ പ്ലാൻ, ഇപ്പം നിങ്ങൾ ഒരു സെന്റർ കൊണ്ടുനടക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ടീം ഉണ്ട്. ഇനി ഫർദർ പ്ലാൻ ഇതൊരു ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ, റിസർച്ച് കൊളാബറേഷൻ ഒക്കെ ഒരു സെന്ററാക്കി മാറ്റാനുള്ള എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? തീർച്ചയായും റീസെൻ്റ്ലി ആണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കൂടുതൽ മനസ്സിലായത്. സോ നമ്മുടെ ആയിട്ട് ഒരുപാട് ആളുകൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. റീസെൻ്റ്ലി US ഒരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഡു യു ഹാവ് എ സോളോയിങ് ക്ലിനിക്ക് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? അതേപോലെ നിങ്ങൾക്ക് മെഡിക്കൽ ജെനറ്റിസ്റ്റ് അവൈലബിൾ ആണോ, ന്യൂറോളജിസ്റ്റ് അവൈലബിൾ ആണോ? അങ്ങനെ ഒരുപാട് ക്വറീസ് നമുക്ക് വരുന്നുണ്ടായി. അപ്പോൾ ഇൻ്റർനാഷണൽ ക്ലയൻസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഈവൻ മിഡിൽ ഈസ്റ്റിൽ പോലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കിട്ടുന്നില്ല എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തുടങ്ങാനുള്ള പ്ലാനിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ, അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി ടീം ഓഫ് തെറാപ്പിസ്റ്റ് കൂടാണ്ട് എല്ലാ സ്പെഷ്യലിസ്റ്റും ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് കുട്ടികൾ ആ ഒരു ജേണിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും നമ്മൾ ഒരു റൂഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, മെഡിക്കൽ ജെനറ്റിസ്റ്റ്, ഫിസിയാട്രിസ്റ്റ്, അതേപോലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സൈക്യാട്രിസ്റ്റ്, പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റ്, പീഡിയാട്രിക് ENT സർജൻ, പീഡിയാട്രിക് ഓർത്തോപീഡീഷ്യൻ, അതേപോലെ ഡയറ്ററ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ, അതേപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അങ്ങനെ തുടങ്ങി ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളെ കംപ്ലീറ്റ് ഒരു റൂഫിലോട്ട് കൊണ്ടുവരണം. അതുവഴി ഒരു മെയിനായിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നടത്തുന്ന ഡിസ്കഷൻ തെറാപ്പിസ്റ്റും നമ്മൾ ഡെവലപ്മെൻറ്റ് പീഡിയാട്രിസ്റ്റും തമ്മിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് കൂടി നമ്മുടെ ഒരു ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ, ഒരേ റൂഫിലോട്ട് വരുമ്പോൾ നമുക്ക് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡോക്ടർ ഇത് പറഞ്ഞ പോലെയുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും. കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീം തന്നെ എടുക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ആയാലും തെറാപ്പിസ്റ്റ് ആയാലും ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിൽ അവർ ഫുള്ളി ട്രെയിൻഡ് അല്ല. പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പീഡിയാട്രിക് എന്ന് പറയുന്ന സൈഡായിട്ടാണ് നടക്കുന്നത്, മെയിൻ ഒരു ഇതല്ല. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്പം ആ ട്രെയിനിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ്, ഇപ്പം അപ്ഡേറ്റഡ് ആയ ഫാമിലി സെൻട്രിക് അപ്രോച്ചും കാര്യങ്ങളൊക്കെ പല ആളുകൾക്ക് അറിയില്ല. സോ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നതിലൂടെ ഇത്തരത്തിലുള്ള തെറാപ്പിസ്റ്റിനും ഡോക്ടേഴ്സിനുള്ള ഫെല്ലോഷിപ്പ് പ്രോഗ്രാംസ്, ഡിപ്ലോമ പ്രോഗ്രാംസ്, സ്കിൽ എൻഹാൻസിങ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ
സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റി, ഇന്ത്യനും അതുപോലെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത്. ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ സ്പെഷ്യലിസ്റ്റാണ് അവരെ കാണുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ഓപ്പറേഷൻ പ്രോട്ടോക്കോളും പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയാം. സോ നമ്മളൊരു ഇന്ത്യൻ സിനാരിയോയിൽ നമ്മുടെ കൾച്ചറൽ ആസ്പെക്ട്സിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചേർഡ് ഓപ്പറേഷൻ പ്രോട്ടോക്കോൾ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ നമുക്ക് കൊണ്ടുവരാം. സോ ആസ് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു സ്ഥലത്ത് കിട്ടുമ്പോഴുള്ള ബെനിഫിറ്റ് നിങ്ങൾക്കറിയാമല്ലോ. ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സുള്ള കുട്ടികളെ കൊണ്ട് നടക്കുക, മൾട്ടിപ്പിൾ പ്ലേസസ് പോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വലിയൊരു ബേർഡനാണ്. സോ അതെല്ലാം ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നതിൽ അത് സോൾവ് ചെയ്യപ്പെടും. 2, ഒരുപാട് പ്രൊഫഷണൽസിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ കൊളാബറേഷൻസും റിസർച്ചും നമുക്ക് പോസിബിൾ ആകും. കൂടാണ്ട് നമുക്ക് പിന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ പ്രോട്ടോകോൾസ് ബിൽഡ് ചെയ്യുക എന്നതൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. ലക്കിലി ഐ ഗോട്ട് 2 ഗുഡ് പാർട്ട്നേഴ്സ്. ഒന്ന് അൻവർ, MBA ലക്നൗന്ന് ചെയ്ത ആളാണ്. പിന്നെ ആമസോണിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്തു. അവരാണ് നമ്മുടെ സ്ട്രാറ്റജീസൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിസ്റ്റർ ജുനൈദ് അഹമ്മദ് എൻ്റെ സ്കൂൾ മേറ്റ് ആണ്. NITയിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം BPCL ഒരുപാട് വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ജുനൈദും അൻവറും ഒക്കെ ചേർന്ന് നമ്മളൊരു 2 വീക്സോളം നിൽക്കുന്നൊരു ജേർണി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് 1 വീക്ക് മുമ്പ് ഇവിടെ വന്നതേ ഉള്ളൂ. അതിൽ നമ്മൾ ഇന്ത്യയിലെ എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടായി. സോ നമുക്ക് എല്ലായിടത്തും ഉള്ള ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, that will be a good starting for care of neurodevelopmental disorders. Thank you.